പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇത് ഞാൻ ഈ പുഴുങ്ങലരിയുടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ വെളുത്തരി പൊന്നിയരിയൊക്കെ കിട്ടുന്നത് അത് വറുത്ത് പൊടിച്ചതാണ്. ഇതും കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും, വേറൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പുട്ട് ഒരു 3-4 പീസ് ഉണ്ടാക്കാവുന്ന അളവിനാണ് പൊടി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ തേങ്ങ ഒഴിക്കാത്തോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ട് ആ തേങ്ങാപ്പാലിലാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ നല്ലപോലെ തേങ്ങ ഒന്ന് ചെറിയൊരു ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് തേങ്ങയുടെ പാലിങ്ങനെ കിട്ടും. നമ്മൾ എന്നിട്ട് തേങ്ങ മാറ്റുന്നില്ല, ഇതിനകത്തുനിന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് തേങ്ങാപ്പാലും ആ തേങ്ങയോടും കൂടി നമുക്ക് പുട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കണം. ഈ തേങ്ങാപ്പാലിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇടുകയാണ്. ഇപ്പം ആ പുട്ടിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് തേങ്ങയിൽ തന്നെ ഇടണം. ഇനി ഇത് കുറേശ്ശെ ഈ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം, ഒന്നിച്ചിടാതെ ആവശ്യമനുസരിച്ച് ഇട്ടിട്ട് ചെറിയതായിട്ട് നമ്മൾ ഒത്തിരി കട്ടാതെ ഒന്ന് നനച്ചെടുക്കാം. പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെള്ളം കൂടിപ്പോയില്ലേ, വെള്ളം കൂടിപ്പോയാൽ ഒത്തിരി കട്ടയായി പോകും. ആവശ്യമനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നനച്ചെടുക്കാൻ. പിന്നെ നമ്മൾ വെള്ളമാണെങ്കിലും ഇങ്ങനെ കുടഞ്ഞ് കയ്യിൽ ഇച്ചിരി എടുത്ത് ഒഴിക്കാവുള്ള 2-3 സ്പൂൺ വെച്ച് ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്. നല്ലതുപോലെ നനച്ചെടുക്കാം. ഇതുകൊണ്ട് ഈ പുട്ടിൻ്റെ പൊടി നല്ലതുപോലെ നനഞ്ഞിരിക്കുന്നുണ്ടോ, ഇതുപോലെ ഇരിക്കണം, ഒട്ടും കട്ടയില്ലാതെ. ഇനി ആരെങ്കിലും കുഴയ്ക്കുമ്പോൾ ഇത് ഇച്ചിരി വെള്ളം കൂടിപ്പോയെങ്കിൽ ഇച്ചിരി പൊടിയും കൂടി ഇടാം. ഒന്ന് കട്ടയൊക്കെ ഒത്തിരി ആയിപ്പോയാൽ മിക്സിക്കകത്ത് നമ്മളൊന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ പൊടി നല്ലപോലെ പൊടിഞ്ഞും കിട്ടും, നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമുക്കിപ്പോൾ ഞാൻ ഇന്ന് പുട്ടിൻ്റെ കൂടെ ഏത്തപ്പഴം പുഴുങ്ങിയതാണ്. ഈ പുഴുങ്ങലരിയുടെ പുട്ടിനാണെങ്കിൽ ഏത്തപ്പഴം കൂട്ടി തിന്നാൻ നല്ലതാണ്. കടലക്കറിയൊക്കെ കൂട്ടേണ്ടവർക്ക് അതാണെങ്കിലും ഉണ്ടാക്കാം. നമുക്കിന്ന് ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്കിതൊരു പുട്ടുവിൻ്റെ ഇതിനകത്ത് ഇട്ടിട്ട് ആദ്യം നമ്മൾ ഇതിനകത്ത് തേങ്ങ ഒരു 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചില്ല് വെച്ചിട്ട് ആദ്യം താഴെ നമുക്ക് കുറച്ച് തേങ്ങ ഇടാം, അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പുട്ടിൻ്റെ പൊടി ഇടാം. ഒരു 3 സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും പുട്ടിന്. ഇനി നമുക്ക് ഇച്ചിരി തേങ്ങ കുറച്ചിടാം. പിന്നെ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നതൊക്കെ തേങ്ങയൊക്കെ പുട്ടിന് നല്ലതുപോലെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, അരിയും തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് നല്ലപോലെ ഇരിക്കും. കുറച്ച് പുട്ടുപൊടിയും കൂടി ഇടാം. എൻ്റെ ഇത്തിരി വലിയ പുട്ടുകുറ്റിയാണ്, അതുകൊണ്ട് നമുക്കൊരു 2-3 പീസ് ഒന്നിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇച്ചിരി തേങ്ങയും കൂടി വെക്കാം നമുക്ക്. ഇനി നമുക്കിത് അടച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പുട്ടിൻ്റെ കലം അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റീം കയറാൻ. നമുക്ക് അതിലോട്ട് വെക്കാം. ഇനി ആ സമയത്ത് തന്നെ നമുക്ക് ഏത്തപ്പഴം കൂടെ പുഴുങ്ങിയെടുക്കാം. 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കാം. ഈ സ്റ്റീം ചെയ്തൊക്കെ എടുക്കുന്ന ഫുഡൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾ ഒത്തിരി എണ്ണയൊന്നും നമ്മൾ കഴിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഇതും കൂടിയും പുഴുങ്ങാൻ വെക്കാം. പുട്ടും നമുക്ക് സ്റ്റീം കയറാൻ വെക്കാം. ഇതൊന്ന് സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് മുകളിൽ നമുക്കിങ്ങനെ പുട്ടുകുറ്റിയുടെ മുകളിൽ സ്റ്റീം വരും. സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് ഒന്ന് സ്ലോയിൽ ഒരു 3-4 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. പുട്ട് നല്ലപോലെ സ്റ്റീം വന്ന് ഇത് കണ്ടോ, ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത പൊടി ആയതുകൊണ്ട് ഒത്തിരി വേവൊന്നും കാണുമല്ല. നമുക്കിപ്പോൾ ഇത് എടുക്കാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പുഴുങ്ങലരിയും കൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റാണ്. ഏത്തപ്പഴം കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. ചൂടോടുകൂടി തന്നെ എല്ലാവരും ഒന്ന് കഴിക്കണം. നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെയും വരാം.